നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് കോസ് ഔട്ട്കം 3ൻ്റെ നാലാമത്തെ പാർട്ടാണ്. ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്തെഴുതുക. ചോദ്യത്തിൽ എന്തെല്ലാം തന്നിട്ടുണ്ട്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 8 ഓം എന്ന്, ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട് 0.1 ഹെൻറി, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 240, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ്, സപ്ലൈ ഫ്രീക്വൻസി, XL എന്ന് പറഞ്ഞാൽ 2/FL, 2 ഗുണം 3.14 ഇൻറ്റു 50 ഇൻറ്റു 0.1, 31.4 ഓം. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 120 മൈക്രോ ഫാരഡയാണ്. 1/2πFC ആണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു 120 ഇൻറ്റു 10⁻⁻6, 26.5. റീകാപ്പ്. വെറും റിയാക്ടൻസ് കാണാൻ കപ്പാസിറ്റീവ് റിയാക്ടൻസ് നിന്ന് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയ്ക്കുക. 31.4 26.5 കുറച്ചാൽ 85 ഓമാണ്. ഇവിടെ കൂടുതലുള്ളത് ഇൻഡക്റ്റീവാണ്, അപ്പം ലാഗിങ് ആണ് പവർ ഫാക്ടർ വരിക. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ √(r² + x² ആണ്. XL² ആണ് ചെയ്തിരിക്കുന്നത്. √8² + 5² ആണ്. √8² + 5² എന്ന് പറഞ്ഞാൽ √8² + 5² എന്ന് പറഞ്ഞാൽ 9.43 ഓമാണ്. അവിടെ ഒന്നും റെസൊണൻസ് ഉദ്ദേശിക്കുന്നില്ല, സാധാരണഗതിയിലുള്ള ഒരു സർക്യൂട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സീരീസ് സർക്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്, പാരലൽ പോലുമല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുന്നത്? R² + x² ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. സീരീസ് പോലുമല്ല. ദെൻ ആക്റ്റീവ് കോമ്പണൻറ്റ്, അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ cos φ കണ്ടുപിടിക്കുന്നു. R/Z 8 / 5, 8/9.43 Z ആണല്ലോ. 0.848 sin φ എന്ന് പറഞ്ഞാൽ x/Z, 5/9.43 0.53. ആക്റ്റീവ് കോമ്പണൻറ്റ് കാണുന്നു. I cos φ. I എന്ന് പറയുന്നത് 25.4 കണ്ടിട്ടില്ല അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ചെയ്യുക. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ചെയ്യുക. കറണ്ട് ഈക്വൽ ടു വോൾട്ടേജ് കാണേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ that is voltage divided by വോൾട്ടേജ് ഡിവൈഡഡ് ബൈ Z കാണുക. വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ Z കാണുക. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് എന്ന് പറയുന്നത് 240 ആണ്. 240 ഡിവൈഡഡ് ബൈ 9.43 കണ്ടാൽ 9.43 കണ്ടാൽ 25.45 ആംബിയർ ആണ്.
കറണ്ട് എന്ന് പറയുന്ന വാല്യൂ 25.5 ആംപിയർ ആണ്. ആക്റ്റീവ് കമ്പണന്റ് എന്ന് പറഞ്ഞാൽ 25.45 ഇൻറ്റു കോസ് 0.848 ആണ്. ഗുണിച്ചു കഴിഞ്ഞാൽ കറണ്ട് 21.58 ആയിട്ട് കുറയും. ക്രിയാറ്റീവ് കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ ഐ കോസ് വൈ ആണ്. ഐ എന്ന് പറയുന്നത് 25.4 ഇൻറ്റു 0.53 എന്ന് പറഞ്ഞാൽ 13.49 വരും. കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതുവരെ സീരീസ് ആയിരുന്നു. ആ കപ്പാസിറ്റർ എടുത്ത് പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ 8+j5 ആണ്. അതായത് സീരീസ് ആയിട്ട് കിടക്കുന്ന കോമ്പണന്റ് 8 ഓമും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും. പക്ഷേ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് -jXc ആണ്. ഈ സമയത്ത് അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8+j8 ആണ്. അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെയും ആയിട്ട് ഡിമൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 8 - j5 ഡിവൈഡ് ബൈ 8² + 5² വരും. അപ്പോൾ 8 + 5 8 -5 ഡിവൈഡ് ബൈ 89 എന്ന് പറഞ്ഞാൽ 89 എന്ന് പറഞ്ഞാൽ 0.088 - j. അപ്പോൾ j 0.056 ആണ്. ടോട്ടൽ അഡ്മിറ്റൻസ് y1 + y2 ആണ്. അതിലേക്ക് j നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ jXc ഉണ്ട്, അതവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പവർ ഫാക്ടർ യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ j ടേം 0 ആണെന്നാണ് അർത്ഥം. മൊത്തം ടേമിനെ 0 ആക്കാൻ കഴിയില്ല. അപ്പോൾ 0.056 ഇതാണ് .j056 ഈ ടേം മൈനസ് jXc. അപ്പോൾ jXc എന്ന് പറഞ്ഞാൽ 0 ആണ്. 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു c 180 മൈക്രോ ഫാരഡേ ആണ് കിട്ടുക. ഇപ്പോൾ മാത്രമാണ് ആ സർക്യൂട്ട് എന്താണ് സി എന്ന് പറയുന്ന സാധനം, കപ്പാസിറ്റർ എന്ന് പറഞ്ഞ സാധനം RL എന്ന് പറയുന്ന കോമ്പിനേഷന് പാരലായിട്ട് മാറിയിട്ടുള്ളത്. അതിൻ്റെ യൂണിറ്റി പവർ ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ അത് റെസണന്റ് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കാം.